ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മെട്രിക്സ് എക്സ്ചേഞ്ചിൻ്റെ T1 E1 കോൺഫിഗറേഷനെ കുറിച്ചാണ്. T1 E1 കാർഡ് കിടക്കുന്നത് ഹാർഡ്വെയർ സ്ലോട്ട് നമ്പർ 7-ലാണ് കിടക്കുന്നത്. 7-ലും 8-ലും കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ 7-ൽ പോർട്ട് നമ്പർ 1 താഴത്തെ പോർട്ട് നമ്പറാണ്. ഒരു കാർഡിൽ 2 T1 E1 ഉണ്ട്, 2 കാർഡിലും അതേ കണക്കാണ്. അപ്പോൾ നമ്മൾ ഒരു കാർഡിൻ്റെ പോർട്ട് നമ്പർ 1-ൽ എങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ സിസ്റ്റം എഞ്ചിനെ ലോഗിൻ ചെയ്യണം. അതിനുശേഷം T1 E1 കോൺഫിഗറേഷനിൽ പോകണം. അതിനുശേഷം പോർട്ട് പാരാമീറ്ററിൽ പോയതിന് ശേഷം ഒന്നാമത്തെ ഇതിലാണ് ഞാൻ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. ഹാർഡ്വെയർ സ്ലോട്ട് നമ്പർ നമുക്ക് 7 എന്ന് കൊടുക്കാം, പോർട്ട് നമ്പർ 1 എന്ന് കൊടുക്കാം. താഴത്തെ പോർട്ടിലായതുകൊണ്ട് പോർട്ട് നമ്പർ 1 കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനേബിൾ T1 E1 പോർട്ട് എന്നുണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം പേര്, എന്ത് പേരാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ പേര് നമ്മൾ കൊടുക്കാം. അതിനുശേഷം താഴെ കാണാൻ കരിയർ ഉണ്ട്. കരിയറിൽ പോയിട്ട് നമുക്ക് E1 എന്ന് കൊടുക്കണം. കാരണം നമ്മൾ E1 ആണ് യൂസ് ചെയ്യുന്നത്, T1 യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ E1 എന്ന് കൊടുക്കും. അതിനുശേഷം സിഗ്നലിംഗ് ടൈപ്പ് ഉണ്ട്. സിഗ്നലിംഗ് ടൈപ്പ് നമുക്ക് PRI ആണോ, KS ആണോ, QSIC ആണോ, EM ആണോ, നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാൻ PRI കുറിച്ചാണ് പറയുന്നത്. PRIക്കും QSICനും ഏകദേശം സെയിം ആണ് സെറ്റിംഗ്. PRI കൊടുത്തതിന് ശേഷം അടുത്ത് വരുന്നത് ഓറിയന്റേഷൻ ടൈപ്പാണ്. ഇതിൽ നമ്മൾ ടെർമിനലുണ്ട്, നെറ്റ്വർക്ക്. ഒരു സൈഡ് ടെർമിനലാണെങ്കിൽ മറ്റേ സൈഡ് നെറ്റ്വർക്ക്. അത് PRIക്കും QSICനുമാണ്. KSന് നമ്മൾ അത് വിഷയമുള്ള കാര്യമല്ല കൊടുക്കണം. അതിനുശേഷം വരുന്നത് ഇന്റർഫേസ് യൂണിറ്റ് ആണ്. അത് പബ്ലിക് ISDN തന്നെ കൊടുക്കണം. ട്രീറ്റ് ഇൻകമിംഗ് കോളേഴ്സ്, സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രങ്ക് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ലൈൻ കോഡിംഗ്, അത് നമുക്ക് HDB3 കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഫ്രെയിമിംഗ് മോഡാണ്. അത് സെപ്റ്റ് MF ഓട്ടോ CRC കൊടുക്കാം. അതിനുശേഷം DDI റൂട്ടിംഗ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഇൻകമിംഗ് ഔട്ട് ഗോയിങ് കോള് പോകുന്നതിൻ്റെ നമ്മുടെ ഫോണിൽ കോൾ എഴുതി കാണിക്കത്തില്ലേ, നമ്പേഴ്സും പേരൊക്കെ എഴുതി കാണിക്കുന്നത്, അതിൻ്റെ സെറ്റിംഗ് ആണ്. അത് നമുക്ക് 0-1 കൊടുക്കാം, തൽക്കാലം ഡിഫോൾട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെ നമ്മൾ അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ T1 E1 നമുക്ക് അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് നമുക്ക് അക്സസ് കോഡ് ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് പോവേണ്ടത് OG ട്രങ്ക് ബണ്ടിലാണ്. OG ട്രങ്ക് ബണ്ടിലിൽ പോയതിന് ശേഷം ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാം, ബണ്ടിൽ നമ്പർ കാണാം. അത് കഴിഞ്ഞിട്ട് ട്രങ്ക് പോർട്ടുണ്ട്. ട്രങ്ക് പോർട്ട് ടൈപ്പ് ചെയ്താൽ നമ്മൾ കൊടുക്കണം. ടൈപ്പ് നമ്മൾ T1 E1 ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഞാൻ 9ാമത്തെ ബണ്ടിൽ നമ്പറിലാണ് കൊടുക്കുന്നത്. T1 E1 എന്ന് കൊടുത്തു. അതിനുശേഷം നമ്പർ കൊടുക്കാം, പോർട്ട് നമ്പർ. പോർട്ട് നമ്പർ നമ്മൾ ഏത് പോർട്ട് നമ്പറാണ് കൊടുക്കുന്നതെന്ന് അറിയോ? നമ്മൾ ഫസ്റ്റ് അവിടെ ചെയ്ത് 1ാമത്തേതിലാണ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ ഞാൻ 1 എന്ന് കൊടുക്കുവാണ്. 1 എന്ന് കൊടുത്തു. അടുത്ത സ്റ്റാർട്ട് ചാനൽ എത്രയെന്നാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 0-1 എന്ന് ഞാൻ കൊടുക്കുവാണ്. സ്റ്റാർട്ട് ചാനൽ 0-1 ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ടോട്ടൽ ട്രങ്ക് കൗണ്ട്, അതായത് ടോട്ടൽ ട്രങ്ക് T1 നമ്മുടെ E1 വരുന്ന 30 ചാനലാണ് ടോട്ടൽ ട്രങ്ക് വരുന്നത്. അപ്പോൾ ഞാൻ ടോട്ടൽ ട്രങ്കിൻ്റെ അവിടെ 30 എന്ന് കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് റൊട്ടേഷൻ ടൈപ്പാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, സൈക്ലിങ്ങും അസെൻഡിങ്ങും ഏതുവേണം കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ സൈക്ലിംഗ് തന്നെ കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബണ്ടിൽ നമ്പർ നമ്മൾ ഓർത്ത് വയ്ക്കണം, 9 ആണ്. നമ്മൾ 9ാമത്തെ ബണ്ടിൽ നമ്പറിലാണ് നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവേണ്ടത് OG ട്രങ്ക് ബണ്ടിൽ ഗ്രൂപ്പിലാണ്. ഗ്രൂപ്പിൽ പോയിട്ട് ഇവിടെ ഇപ്പോൾ എല്ലാം ഫുള്ളാണ്. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് ഞാൻ പോവാണ്. ഇവിടെ ബ്ലാങ്ക് ഉള്ളത് അവിടെ പോവാണ്. ഇവിടെ ബ്ലാങ്ക് ആണ്. ബ്ലാങ്ക് ഉള്ളിടത്ത് പോയിട്ട് ഇവിടെ നമ്മുടെ 17ാമത്തെ ബ്ലാങ്ക് ആണ്. അപ്പോൾ 17ാമത്തെ ഞാൻ റൊട്ടേഷൻ മാറ്റുവാണ്. മെമ്പർ 1, മെമ്പർ 2, മെമ്പർ 3, മെമ്പർ 4 ഉണ്ട്. ഞാനിപ്പോൾ മെമ്പർ 1-ൽ മാത്രമാണ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് റൊട്ടേഷൻ മാറ്റി മെമ്പർ 1-ൽ പോയിട്ട് നമ്മുടെ 09 എന്ന് കൊടുക്കണം. കാരണം OG ട്രങ്ക് ബണ്ടിൽ 09-ലാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്തത്. അപ്പോൾ ഇവിടെയും 09 എന്ന് കൊടുക്കണം. അത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കണം. നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ 17 ആണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോവേണ്ടത് സ്റ്റേഷൻ ബേസിക് ടെംപ്ലേറ്റ് ഫ്യൂച്ചറിലാണ് പോവേണ്ടത്. സ്റ്റേഷൻ ബേസിക് ടെംപ്ലേറ്റ് ഫ്യൂച്ചറിൽ പോയതിന് ശേഷം ഇവിടെ ടെംപ്ലേറ്റ് നമ്പർ 1 തൊട്ട് 10 വരെ കാണാം. നമുക്ക് ഇഷ്ടമുള്ളതിൽ പ്രോഗ്രാമിംഗ് ചെയ്യാം. അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ OG ട്രങ്ക് ബണ്ടിൽ ഗ്രൂപ്പ് വർക്കിംഗ് അവറുണ്ട്, OG ട്രങ്ക് ബണ്ടിൽ ഗ്രൂപ്പ് ബ്രേക്ക് അവറുണ്ട്, OG ട്രങ്ക് ബണ്ടിൽ ഗ്രൂപ്പ് നോൺ വർക്കിംഗ് അവർ ഇല്ലെങ്കിൽ നൈറ്റ് അവർ, നമുക്ക് ഇഷ്ടമുള്ള പറയാം. ഇതിനെല്ലാം ഓരോ ടൈമിംഗ് ഉണ്ട്. അതായത് വർക്കിംഗ് അവർ എന്ന് പറയുമ്പോൾ ഇത്ര മണി തൊട്ട് 9 മണി തൊട്ട് 12 മണി വരെ, പിന്നെ ഉച്ചയ്ക്കുള്ള ബ്രേക്ക്, അങ്ങനെ ഇത് ഓട്ടോമാറ്റിക് അതിൽ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ 24 മണിക്കൂറും വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിതിൽ 3-ലും കൊടുക്കണം. 3-ൽ ഒരേ നമ്പർ കൊടുക്കണം. OG ട്രങ്ക് ബണ്ടിൽ ഗ്രൂപ്പിൻ്റെ നമ്പർ 17 ആണ്. അപ്പോൾ ഞാൻ ടാഗ് 5-ലാണ് 17 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് 3-3 കൊടുക്കണം. ടാഗ് 5-ൽ 17 എന്ന് കൊടുത്തു, ഇവിടെയും 17 എന്ന് കൊടുത്തു, അത് കഴിഞ്ഞ് ഇവിടെയും 17 എന്ന് കൊടുത്തു. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ടെംപ്ലേറ്റ് നമ്പർ 1. ഈ ടെംപ്ലേറ്റ് നമ്പർ 1-ലുള്ള 1 ഏത് നമ്പറിന് നമ്മൾ കൊടുക്കുമോ ഫെസിലിറ്റി, ആ നമ്പറിന് മാത്രമേ ട്രങ്ക് ആക്സസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒന്നുകൂടെ പറയാം, ടെംപ്ലേറ്റ് നമ്പർ 1 നമ്മൾ ഏത് നമ്പറിന് കൊടുക്കുമോ അതിൻ്റെ ഫ്രണ്ടിൽ ഫെസിലിറ്റി, ആ നമ്പറിന് മാത്രമേ ഈ ട്രങ്ക് ആക്സസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ടാഗ് 5-ലാണ് നമ്മൾ ഈ 17 ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് അക്സസ് ചെയ്യാനായിട്ട് അക്സസ് കോഡ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്യൂച്ചർ അക്സസ് കോഡിലേക്ക് പോവാം. ഫ്യൂച്ചർ അക്സസ് കോഡ് പോയതിന് ശേഷം നമുക്ക് താഴോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ടാഗ് 5 കണ്ടോ. ടാഗ് 1 2 3 4 5 ടാഗ് 5-ലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടാഗ് 5-ൽ ആൾറെഡി കൊടുത്തിട്ടുണ്ട് 63.
അപ്പോൾ 63 നമ്മൾ ടെലിഫോൺ അടിക്കുവാണെങ്കിൽ നമുക്ക് ആ ട്രങ്ക് അക്സസ് ചെയ്യാൻ കഴിയും. ഓക്കെ, പക്ഷേ 63 എല്ലാ ടെലിഫോണുകളും അക്സസ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ടെംപ്ലേറ്റ് നമ്പർ 1 കൊടുത്തിട്ടുള്ള ടെലിഫോണിന് മാത്രമേ നമുക്ക് അക്സസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ നമ്പറിന് ഫ്രണ്ടിൽ സ്റ്റേഷൻ ബേസിക് ടെംപ്ലേറ്റ് ഫീച്ചർ 01 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 01 ഏതിനൊക്കെ കൊടുത്തിട്ടുണ്ടോ ആ ടെലിഫോണിന് എല്ലാത്തിനും ഈ ട്രങ്ക് അക്സസ് ചെയ്യാൻ കഴിയും. 63 എന്നുള്ള ട്രങ്ക് അക്സസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കുക. ഈ ട്രങ്ക് അക്സസ് ചെയ്യാനായിട്ട് ഇത് കൂടാതെ വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്, മാക്രോസ് വഴി. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.